കാട്ടിലെ ഏറ്റവും വലിയ രാജാവ് ആരാന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സിംഹം തന്നെയാണ്. ഉരകങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ രാജാവ് ആരെന്ന് ചോദിച്ചാൽ അത് രാജവെമ്പാലയാണ്. രാജവെമ്പാലയുടെ ഒറ്റക്കടിക്ക് 20 പേരെ കൊല്ലാനുള്ള വിഷമുണ്ട്. എന്നാൽ രാജവെമ്പാല എന്ന് പറയുന്ന രാജാവ് ആരെ ആക്രമിക്കാറില്ല. അതിനറിയാം അത് രാജാവ് തന്നെയാണെന്ന്. എന്ന് പറയുന്ന കണക്കാണ് ഫുട്ബോൾ കളിക്കാരും. അപ്പോൾ ഫുട്ബോൾ കളിക്കാർ നമ്മൾ ഗ്രൗണ്ടിൽ ഫൗൾ കളിക്കുക എന്നുള്ളതല്ല, ഫൗൾ കളിക്കാൻ ആരെക്കൊണ്ടും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അവർ ഫൗൾ ചെയ്യില്ല, പക്ഷേ അവർക്ക് ഫൗൾ ചെയ്യാൻ അറിയാം. പക്ഷേ അങ്ങനെ അവരുടെ മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്, അതായത് ഫൗൾ ചെയ്യാതെ നല്ല കളി കളിക്കാനുള്ള പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി, അത് ടീമിന് തീർച്ചയായിട്ടും മുതൽക്കൂട്ടുകളാണ്. നമ്മൾ രാജവെമ്പാലയെ പോലെ ആവണം, നമ്മൾ പവർഫുൾ ആവണം, കിങ് ആവണം. ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ ആ പ്ലെയർ ടഫ് പ്ലെയർ അല്ലെങ്കിൽ കിങ് ആണെന്ന് പറയും. പലപ്പോഴും നമുക്ക് തീർച്ചയായിട്ടും പ്ലേയേഴ്സ് പറയാറുണ്ട്. എന്നാൽ പോലും നമ്മൾ തിരിച്ച് പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ ഒരു ഫൗളിംഗ് മെൻറ്റാലിറ്റി വരുന്നു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും. അത് ഞാൻ പറഞ്ഞു, നമ്മൾ രാജവെമ്പാലയെ പോലെ ഉരകങ്ങളുടെ ഇടയിൽ രാജാവായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ശക്തിയും നമ്മുടെ പവറും നമുക്കറിയാം. അത് നമ്മൾ ട്രെയിനിങ്ങിലൂടെ നേടി നമ്മൾ ഗ്രൗണ്ടിൽ കാണിക്കുക, എക്സൽ ചെയ്യുക എന്നുള്ളതാണ്. മറിച്ച് നമ്മൾ ആരെയും ദേഹത്ത് പ്രയോഗിക്കുക എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ, ഫുട്ബോളിൽ ഫെയർ പ്ലേ, നല്ല കളി കളിച്ച് ഫൗൾ കുറച്ച് ടീമിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നല്ല ക്വാളിറ്റി പ്ലെയറിൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രാജവെമ്പാലയെ പോലെ പവർഫുള്ളായ കിങ് ആയി മാറുക. ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ കാണാം. ഈസ് ബൈ ഫ്രം മനീഷ് ശശി. താങ്ക് യു.